ഹായ് എവരി വൺ, വെൽക്കം ടു ഓൾ. പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാമത്തെ യൂണിറ്റായ ഹൈഡ്രജനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. സാധാരണയായി 3 മുതൽ 4 വരെ മാർക്കിനായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചു വന്നിരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളാണ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ എങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാം, ദെൻ ഹൈഡ്രേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ, എന്താണ് ഹാർഡ് വാട്ടർ, എന്താണ് സോഫ്റ്റ് വാട്ടർ, എങ്ങനെ നമുക്ക് ആ ഹാർഡ്നെസ്, പെർമനൻറ്റ് ഹാർഡ്നെസ്സും ടെമ്പററി ഹാർഡ്നെസ്സൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ കഴിയാം എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചിട്ട്. സോ ഫോക്കസ് ഏരിയയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള പോയിൻ്റ് ആയതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നുള്ള ഭാഗം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടാം. 2019 മാർച്ചിലെ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ മോളിക്കുലർ ഹൈഡ്രേറ്റ്? Options are given: lithium hydrate LiH, then NH3 ammonia, then CrH chromium hydrate, then LaH 2.87. ഇങ്ങനെ 4 ഓപ്ഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഇതിൽ ഏതാണ് മോളിക്കുലർ ഹൈഡ്രേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഹൈഡ്രേറ്റുകൾ 3 ടൈപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചർച്ച ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലിഥിയം ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് ഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സലൈൻ ഹൈഡ്രേറ്റ് ആണ് അല്ലേ. ദെൻ അമോണിയയാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ മോളിക്കുലർ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രേറ്റ് ആയിട്ടുള്ളത്. ദെൻ CrHും അതുപോലെ LaH 2.87ഉം മെറ്റാലിക് ഹൈഡ്രേറ്റുകളാണല്ലേ, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റോസിയോമെട്രിക് ഹൈഡ്രേറ്റുകളാണ്. അത് അല്ലെങ്കിൽ അതിനെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ് എന്നും വിളിക്കുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ആയിട്ടുള്ളത് NH3 ആണ്. 2018 ജൂലൈയിൽ നടന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രേറ്റ്സ്. ഏതൊക്കെ ടൈപ്പ് ഹൈഡ്രേറ്റുകളാണ് കാണപ്പെടുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 3 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. നമുക്കറിയാം ഹൈഡ്രേറ്റുകൾ 3 ടൈപ്പാണ്. അപ്പോൾ ഓരോ ടൈപ്പിനെ കുറിച്ചും എഴുതി കഴിഞ്ഞാൽ ഓരോ മാർക്കായിരിക്കും ലഭിക്കുക. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. Hydrogen can form binary compounds with almost all elements. These are known as hydrates. ഹൈഡ്രജൻ സാധാരണയായി മറ്റു എലമെൻറ്റുകളുമായിട്ട് കൂടിച്ചേർന്നിട്ട് ബൈനറി കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രേറ്റ്സുകൾ എന്ന് വിളിക്കുന്നത്. ദ ഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഹൈഡ്രേറ്റുകളെ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ അയോണിക് ഓർ സലൈൻ ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്. Second one covalent or molecular hydrates. Third one metallic or non-stoichiometric hydrate. ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അയണിക് ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്. These are stoichiometric compounds of dihydrogen formed with most of the S-block element which are highly electropositive character. S-ബ്ലോക്കിലുള്ള എലമെൻറ്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഹൈഡ്രേറ്റുകളാണ് പ്രധാനമായിട്ടും അയണിക് ഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റുകൾ, സലൈൻ ഹൈഡ്രേറ്റുകളായിട്ട് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും ചില എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റുകൾ കോവാലന്റ് ക്യാരക്ടറുകളും കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്, ലിഥിയം ഹൈഡ്രേറ്റ് പോലുള്ളത്. ദെൻ ദീസ് ആർ ക്രിസ്റ്റലൈൻ, നോൺ വോളറ്റൈൽ ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇത് ക്രിസ്റ്റലൈൻ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ നോൺ വോളറ്റൈൽ ആയിരിക്കും, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുക. സോളിഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യൂല. ബട്ട് ദർ മെൽറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഓൺ ഇലക്ട്രോളിസിസ് ലിബറേറ്റ് ഡൈഹൈഡ്രജൻ ഗ്യാസ് അറ്റ് ആനോഡ്. സോളിഡ് സ്റ്റേറ്റിൽ ഇവ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ലെങ്കിലും ഇവ ഉരുക്കി കഴിഞ്ഞാൽ മെൽറ്റഡ് സ്റ്റേറ്റിൽ, മോൾട്ടൺ സ്റ്റേറ്റിൽ ഇവ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോളിസിസ് നടന്നിട്ട് ഡൈഹൈഡ്രജൻ ഗ്യാസ്, ആനോഡിൽ ഡൈഹൈഡ്രജൻ ഗ്യാസ്, അതായത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ റിയാക്ട് വയലൻ്റ്ലി വിത്ത് വാട്ടർ പ്രൊഡ്യൂസിങ് ഡൈഹൈഡ്രജൻ ഗ്യാസ്. ഈ അയണിക് ഹൈഡ്രേറ്റുകൾ
വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അയണിക് ഹൈഡ്രേറ്റുകൾക്കുള്ള എക്സാമ്പിളുകളാണ് സോഡിയം ഹൈഡ്രേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രേറ്റ് തുടങ്ങിയവ. Then second one, covalent hydrates or molecular hydrate. These are formed by the action between dihydrogen and non-metal, that is p block element. അപ്പോൾ p ബ്ലോക്കിലുള്ള എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഹൈഡ്രേറ്റുകളാണ് കോവാലന്റ് ഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രേറ്റുകൾ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. സോ ഹൈഡ്രജനും അതുപോലെ തന്നെ നോൺ മെറ്റലുകളും, അതായത് പി ബ്ലോക്ക് എലമെൻറ്റിലുള്ള എലമെൻറ്റുകളും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ മോളിക്കുലാർ ഹൈഡ്രേറ്റുകൾ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദെൻ കോവാലന്റ് ഹൈഡ്രേറ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്. കോവാലന്റ് ഹൈഡ്രേറ്റുകൾ തന്നെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, അതിനുള്ള ഉദാഹരണമാണ് B2H6 ബോറോൺ ഹൈഡ്രേറ്റുകൾ. അതുപോലെ ഇലക്ട്രോൺ പ്രിസൈസ് ആയിട്ടുള്ള CH4 മീഥെയിന്, അതുപോലെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റുകളായിട്ടുള്ള NH3 അമോണിയ. ഇങ്ങനെ കോവാലന്റ് ഹൈഡ്രേറ്റുകളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്. These are formed by the reaction of dihydrogen with many D block and F block element. So മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നത് ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും എലമെൻറ്റുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അതായത് ട്രാൻസിഷൻ മെറ്റലോ ഇന്നർ ട്രാൻസിഷൻ മെറ്റലുകളോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നത്. ദീസ് ഹൈഡ്രേറ്റ് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഈ ഹൈഡ്രേറ്റുകൾ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും. നമ്മൾ നേരത്തെ അയണിക്കിൻ്റെ കേസിൽ പറഞ്ഞത് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യില്ല, മോൾട്ടൺ സ്റ്റേറ്റിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ മെറ്റാലിക് ഹൈഡ്രേറ്റിൻ്റെ കേസിൽ ഇവ ഹീറ്റും ഇലക്ട്രിസിറ്റിയെയും കണ്ടക്ട് ചെയ്യും. Then they are almost always non-stoichiometric, being deficient in hydrogen. ഇവ നോൺ സ്റ്റോഷിയോമെട്രിക് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഡെഫിഷ്യൻറ്റും ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ LaH 2.87, YbH 2.55, VH 0.56. 2019 മാർച്ചിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഗീവ് ദ സ്ട്രക്ചർ, എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ എഴുതാനും പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യം. ഇത് 3 മാർക്കിന് ചോദിച്ച ചോദ്യമായിരുന്നു. സോ ആൻസർ നോക്കാം. സോ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്യൂൾ ആസ് എ നോൺ പ്ലാനാർ സ്ട്രക്ചർ ഇൻ വിച്ച് ദ 2 OH ബോണ്ട് ആർ ഡിഫറെൻറ്റ് പ്ലെയിൻ. അത് ഗ്യാസ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും ആംഗിളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. ദെൻ അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ 3 ടൈപ്പ് മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് വൺ, BaO2 into 8H2O plus H2SO4 gives BaSO4 plus H2O2 plus 3H2O. Then second one, 2HSO4 minus ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ HO3 SOOO SO3H. ദെൻ അത് വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 2HSO4ഉം 2H പ്ലസും H2O2 ആയിട്ട് മാറും. അതല്ലെങ്കിൽ 2 ആന്ത്രാക്വിനോളിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഈ 3ാമത്തെ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഓക്സിഡൈസ്ഡ് പ്രൊഡക്റ്റും ഉണ്ടാകും. ദെൻ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻസും പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് H2O2 ഡീകമ്പോസസ് സ്ലോലി ഓൺ എക്സ്പോസർ ടു ലൈറ്റ്. ലൈറ്റുമായിട്ട് എക്സ്പോസർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് വാട്ടർ മോളിക്യൂളും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ടാവും.
ദെൻ ഓക്സിഡൈസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയം, ലെഡ് സൾഫൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് ഓക്സിഡൈസ് ചെയ്ത് കിട്ടും. സോ അസിഡിക് മീഡിയത്തിൽ ഓക്സിഡേഷൻ ആക്ഷൻ നടത്തുന്നുണ്ട്. അതുപോലെ റെഡ്യൂസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയം, അസിഡിക് മീഡിയത്തിൽ തന്നെ റെഡ്യൂസിങ് ആക്ഷൻ നടത്തുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HOCl plus H2O2 gives H3O plus Cl minus plus O2. Then third one ആണ് ഓക്സിഡേഷൻ ആക്ഷൻ ഇൻ ബേസിക് മീഡിയം, Mn2 plus H2O2 gives Mn4 plus 2OH minus. The last one reducing action in basic medium. This 2MnO4 minus 3H2O2 gives 2MnO2 plus 3O2 plus 2H2O plus OH minus. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വെറും 3 മാർക്കിനുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു സ്ട്രക്ചർ വരച്ച് വെക്കുക. അതുപോലെ പ്രിപ്പറേഷൻ നമ്മൾ 3 റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതിൽ ഫസ്റ്റത്തെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറായി. ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റുമായിട്ട് എക്സ്പോസർ ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടർ മോളിക്യൂളും ഓക്സിജൻ ഗ്യാസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2017 സേ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, വാട്ട് കോസസ് ദ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ഗീവ് വൺ മെത്തേഡ് ടു റിമൂവ് പെർമനൻറ്റ് ഹാർഡ്നെസ്. വാട്ടർ മോളിക്യൂളിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനും ടെമ്പററി ഹാർഡ്നെസ്സിനുള്ള റീസൺ എന്താണ്? പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ നോക്കാം. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് ബൈകാർബണേറ്റ്സ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം. വാട്ടറിൻ്റെ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റുകളും ഒക്കെയാണ്. ഓക്കെ, ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സോലുബിൾ സാൾട്ട് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം ഇൻ ദ ഫോം ഓഫ് ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ ക്ലോറൈഡുകളും സൾഫേറ്റുകളും ഒക്കെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നത്. ടെമ്പററി ഹാർഡ്നെസ് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. എന്നാൽ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. സോ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 3 പഠിച്ചിട്ടുണ്ടാവും. വാഷിംഗ് സോഡ ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ കാൾജൻ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇനോർഗാനിക് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, അതായത് പെർമ്യൂട്ടേറ്റ് പ്രോസസ്സും പഠിച്ചിട്ടുണ്ട്. സോ അതിൽ ആദ്യത്തേതായിട്ടുള്ള വാഷിംഗ് സോഡ ഉപയോഗിച്ച് എങ്ങനെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. പെർമനൻറ്റ് ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ റിയാക്ട് വിത്ത് സോലുബിൾ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം ടു ഫോം ഇൻസോലുബിൾ കാർബണേറ്റ്. അപ്പോൾ പെർമനൻറ്റ് ഹാർഡ്നെസ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാഷിംഗ് സോഡയായിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സോലുബിൾ ആയിട്ടുള്ള ക്ലോറൈഡുകളും സൾഫേറ്റുകളും ഇതിൽ റിയാക്ട് ചെയ്തിട്ട് ഇൻസോലുബിൾ കാർബണേറ്റുകളായിട്ട് മാറും. സോ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്: MCl2 plus Na2CO3 gives MCO3 precipitate plus 2NaCl. Then MSO4 plus Na2CO3 gives MCO3 precipitate plus Na2SO4. ഇതല്ലാതെ കാൾജൻ പ്രോസസ്സിലൂടെ ഇനോർഗാനിക് അയൺ എക്സ്ചേഞ്ച് മെത്തേഡിലൂടെയൊക്കെ റിമൂവ് ചെയ്യാം. അതും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ മാർച്ച് 2015 ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സിൻഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡാഷ്. ഓപ്ഷൻസ് ആർ ഗിവൺ: CO and H2O, CO and H2, CO2 and H2, CH4 and CO. ദെൻ അതിലെ ബി പാർട്ട്: A sample of river water does not give lather with a soap easily when it is cold, but on heating gives ready lather with a soap. Why? Then അതിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്യൂൾ. ഓക്കെ, ഇതിൽ സിൻഗ്യാസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിൻഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ്
carbon monoxide and hydrogen. So answer is carbon monoxide and hydrogen. B ആണ് second option ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരിക. Then B part, a sample of river water does not give lather with the soap easily when it is cold, but on heating gives ready lather with the soap. Why? നമ്മളപ്പോൾ റിവർ വാട്ടർ എടുത്തിട്ട് സോപ്പ് ലയിപ്പിക്കാൻ നോക്കുമ്പോൾ സോപ്പ് ഈസി ആയിട്ട് അതിൽ നിന്ന് ലയിക്കുന്നില്ല. എന്നാൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് സോപ്പ് അലിയിച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് പതയുന്നുണ്ട് അല്ലേ? എന്താണ് അതിനുള്ള കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വാട്ടറിൻ്റെ ടെമ്പററി ഹാർഡ്നെസ്സും അതുപോലെ പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്കറിയാം റിവർ വാട്ടർ ഹാസ് എ ടെമ്പററി ഹാർഡ്നെസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട് ലൈക്ക് കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, ദാറ്റ് ഈസ് കാൽസ്യം ബൈകാർബണേറ്റ്, or magnesium hydrogen carbonate, that is magnesium bicarbonate MgHCO3 twice. On heating, the soluble magnesium bicarbonate is converted into magnesium hydroxide and soluble calcium bicarbonate is changed into insoluble calcium carbonate which are precipitated. അതായത് റിവർ വാട്ടറിന് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകും. അതിന് കാരണം അതിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റും ആണ്. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും കാൽസ്യം കാർബണേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രസിപിറ്റേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈസി ആയിട്ട് സോപ്പ് നമുക്ക് പതിപ്പിച്ചെടുക്കാൻ കഴിയും. സോ അതിൻ്റെ ഇക്വേഷൻ എഴുതാന്നുണ്ടെങ്കിൽ MgHCO3 ട്വൈസ് ഓൺ ഹീറ്റിംഗ് ഗീവ്സ് MgOH ട്വൈസ് സോളിഡ് സ്റ്റേറ്റിലുള്ള പ്രസിപിറ്റേറ്റും പ്ലസ് 2CO2 ഗ്യാസും കിട്ടും. ദെൻ കാൽസ്യം ബൈകാർബണേറ്റ് ഓൺ ഹീറ്റിംഗ് CaHCO3 ട്വൈസ് ഓൺ ഹീറ്റിംഗ് CaCO3 സോളിഡ് സ്റ്റേറ്റിലുള്ള പ്രസിപിറ്റേറ്റ് ഉണ്ടാവും പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ദെൻ ഇതിൽ സെക്കൻഡ് പാർട്ട് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്യൂൾ ആയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2015 സേ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഹൈഡ്രജൻ റിയാക്ട് വിത്ത് മോസ്റ്റ് ഓഫ് ദ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ടു ഫോം ഹൈഡ്രേറ്റ്സ്. അതിലെ പാർട്ട് എലമെൻറ്റ്സ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡു നോട്ട് ഫോം ഹൈഡ്രേറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും മിക്കവാറും എല്ലാ എലമെൻറ്റുകളായിട്ടും ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റലുകളായിട്ട് റിയാക്ട് ചെയ്തിട്ടും നോൺ മെറ്റലുകളായിട്ട് റിയാക്ട് ചെയ്തിട്ടും ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇനി തന്നിരിക്കുന്ന ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പുകളാണ് ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഗ്രൂപ്പ് 15, 16, 17 തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് 13 തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് 7, 8, 9 തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് 14 തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രേറ്റുകൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഓരോ ടൈപ്പും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് 7, 8, 9 ആണ് ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യാത്ത ഗ്രൂപ്പുകൾ. ദെൻ അതിൽ ബി പാർട്ട് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോവാലൻറ്റ് ഹൈഡ്രേറ്റ് വിത്ത് സൂയിറ്റബിൾ എക്സാമ്പിൾ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഹൈഡ്രേറ്റുകൾ 3 ടൈപ്പ് ഉണ്ട്, അയോണിക് ഉണ്ട്, കോവാലൻ്റ് ഉണ്ട്, അതുപോലെ മെറ്റാലിക് ഹൈഡ്രേറ്റുകളും ഉണ്ട്. അതിൽ തന്നെ കോവാലൻ്റ് ഹൈഡ്രേറ്റുകൾ 3 ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ്. They have too few electrons for writing their conventional Lewis structure. They act as Lewis acid. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈബോറൈൻ, ദാറ്റ് ഈസ് B2H6. കോവാലൻ്റ് ഹൈഡ്രേറ്റുകളുടെ ഫസ്റ്റ് ടൈപ്പാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവ ലൂയിസ് ആസിഡ് സ്ട്രക്ചറുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് ഡൈബോറൈൻ, അതായത് B2H6 എന്ന് പറയുന്നത്. Then second one, electron precise hydrate. They have required to number of electrons to write their conventional Lewis structure. Then third one, electron rich hydrate. They have excess electrons which are present as lone pair. They behave as Lewis bases. അതായത് ഇലക്ട്രോൺ റിച്ചിൻ്റെ കേസിൽ അതിൽ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺ അധികം കിടക്കുന്നുണ്ടാവും. 2 ഇലക്ട്രോൺ, ഇപ്പോൾ അമോണിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമോണിയയിൽ 2 ഇലക്ട്രോണുകൾ അധികം കിടക്കുന്നുണ്ടാവും. സോ ദേ ആർ ഇലക്ട്രോൺ റിച്ച്. സോ ദേ ഫോം ഓർ ദേ ആക്ട് ലൈക്ക് ലൂയിസ് ബേസസ്. എക്സാമ്പിൾ അമോണിയ. 2016 സേ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഡിസ്കസ് ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ
അതിൽ തന്നെ ബി പാർട്ടായി ചോദിച്ചിട്ടുള്ളതാണ് അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് H2O2 is a bleaching agent. The density of ice is lower than that of water. ഇതിൽ ഒന്നാമത്തെ പാർട്ട് ഹൈഡ്രജൻ്റെ പൊസിഷൻ, പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അപ്പോൾ 2 മാർക്കിനുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. പക്ഷെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്തൊരു ഭാഗമാണ് ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് ഡൈഹൈഡ്രജനാണ് നമുക്ക് തുടങ്ങുന്നത്. എന്നിരുന്നാലും ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്നും കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് ആവശ്യമായതുമാണ്. സോ ഇതിൻ്റെ ആൻസർ കൂടി നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ആദ്യ എലമെൻ്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. സോ അതിന് ആകെ ഒരു ഷെല്ല് ഉണ്ടാവുള്ളൂ, കെ ഷെല്ല്. അതിൻ്റെ സബ്സെല്ല് ചെയ്താണെന്നുണ്ടെങ്കിൽ 1s ആകെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. സോ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആയിരിക്കും. പക്ഷേ പീരിയോഡിക് ടേബിൾ ഒരു കൃത്യമായ സ്ഥാനം നൽകാൻ ഇതിന് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരേ സമയം തന്നെ ഹാലജൻസിൻ്റെയും ആൽക്കലി മെറ്റൽസിൻ്റെയും ഒക്കെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാം ഗ്രൂപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഈ ഹൈഡ്രജൻ്റെ സ്ഥാനം കൊടുക്കാറുള്ളത്. ഇനി ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസുമായിട്ട് എന്തൊക്കെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നോക്കാം. So hydrogen is the first element in the periodic table. It has 1 electron in the K shell and it has an electronic configuration 1s1. But it is difficult to give a proper place to hydrogen in the periodic table because of its resemblance of halogen as well as alkali metals. So what are the resemblance with the alkali metals? They are, first one, it contains only 1 electron in the valence shell and it exhibits +1 oxidation state. It act as reducing agent. It form oxides, halides and sulfides. സോ ആൽക്കലി മെറ്റലുമായിട്ട് ഒരേ സ്വഭാവം കാണിക്കുന്നത് ഇതിൻ്റെ വാലൻസ് ഷെല്ലിൽ ആകെ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇത് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇത് ആൽക്കലി മെറ്റൽസ് പോലെ ഓക്സൈഡുകളും ഹാലൈഡുകളും സൾഫൈഡുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. Then what are the differences from alkali metals? They have high ionization enthalpy. H+ does not exist freely in aqueous solution. Hydrogen halides are different from halides of alkali metals. ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ H+ എന്നുള്ള അയോൺ ഫ്രീലി അക്വസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഹാലൈഡുകൾ മറ്റു ആൽക്കലി മെറ്റൽസിൻ്റെ ഹാലൈഡിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ദെൻ റിസംബ്ലൻസ് വിത്ത് ഹാലജൻ. ഇതിന് ഹാലജൻസുമായിട്ട് എന്തൊക്കെ സാമ്യതകളുണ്ട്? ദ നീഡ്സ് 1 ഇലക്ട്രോൺ ടു അറ്റൈൻ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയറസ്റ്റ് ടു നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം ആയിട്ട് മാറാൻ ഇതിനാകെ 1 ഇലക്ട്രോൺ ആവശ്യമായിട്ടുള്ളൂ. ദെൻ ഇറ്റ് ഫോം ഡയാറ്റോമിക് മോളിക്യൂൾ. മറ്റ് ഹാലജൻസിനെ പോലെ തന്നെ ഡയാറ്റോമിക് മോളിക്യൂളായിട്ടായിരിക്കും ഇത് ഫോം ചെയ്യുക. നമ്മൾ ക്ലോറിന്, ബ്രോമിന്, അയഡിന് ഒക്കെ പോലെ ഹൈഡ്രജൻ ഡയാറ്റോമിക് മോളിക്യൂളായിരിക്കും ഫോം ചെയ്യുക. ദെൻ ഇറ്റ് എക്സിബിറ്റ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നത്. ദെൻ കമ്പൈൻസ് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റലുമായിട്ടും നോൺ മെറ്റലുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അയണൈസേഷൻ എൻതാൽപ്പി. ഇനി ഹാലജനിൽ നിന്നും വ്യത്യാസമായി കിടക്കുന്ന സ്വഭാവങ്ങൾ ലെസ് ടെൻഡൻസി ടു ഫോം ഹൈഡ്രേറ്റ്സ്. ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. ദെൻ ആബ്സെൻസ് ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ. ഇതിനകത്ത് അൺഷെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. ദെൻ ഓക്സൈഡ് ദാറ്റ് ഈസ് H2O ഈസ് ന്യൂട്രൽ. മറ്റു ഓക്സൈഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ ഓക്സൈഡ് ദാറ്റ് ഈസ് വാട്ടർ ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. സോ ദസ് ഹൈഡ്രജൻ ഈസ് യുണീക്ക് ഇൻ ബിഹേവിയർ ആൻഡ് ഇറ്റ് ഈസ് ദെർഫോർ ബെസ്റ്റ് പ്ലേസ്ഡ് സെപ്പറേറ്റ്ലി ഇൻ ദ പീരിയോഡിക് ടേബിൾ. ദെൻ അതിൽ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് H2O2 ഈസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്. എന്തുകൊണ്ടാണ് H2O2 ഒരു ബ്ലീച്ചിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇരുന്ന ചോദ്യം. അതുപോലെ രണ്ടാമതിലുള്ള ചോദ്യമായിരുന്നു ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിനേക്കാൾ ഡെൻസിറ്റി ഐസിന് കുറവായിരിക്കും. എന്താണ് റീസൺ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ, ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് H2O2 ഈസ് ഡ്യൂ ടു ദ എബിലിറ്റി ടു ഓക്സിഡൈസ് ദ കളറിംഗ് മാറ്റർ. ഹൈഡ്രജൻ പെറോക്സൈഡിന് കളറായിട്ടുള്ള സബ്സ്റ്റൻസുകളെ
ഓക്സിഡൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലേ. സോ H2O2 oxidized to give H2O plus nascent oxygen. This nascent oxygen will react with the coloring matter to form oxidized matter. Then the second one ആയിരുന്നു why the density of ice is lower than that of water. In ice, each H2O molecule is tetrahedrally surrounded by 4 neighboring H2O molecules with their oxygen atom occupying the corner of a tetrahedron. ഐസിൻ്റെ കേസിൽ ഓരോ വാട്ടർ മോളിക്യൂളിലും ടെട്രാഹെഡ്രൽ ആയിട്ട് തൊട്ടടുത്ത് 4 വാട്ടർ മോളിക്യൂളുമായിട്ട് ചുറ്റിക്കെടുക്കുകയാണ് ഉണ്ടാകുക. ഈ ടെട്രാഹെഡ്രലിൻ്റെ കോർണറിലായിരിക്കും ഓരോരോ ഓക്സിജൻ ആറ്റവും ഉണ്ടാകുക. There are 4 hydrogen atoms surrounded each oxygen atom of which 2 are bonded by covalent bond whereas other 2 are linked through hydrogen bond. So ഒരു വാട്ടർ മോളിക്യൂളിനകത്തുള്ള ഓക്സിജന് ചുറ്റുമായിട്ട് 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. 2 എണ്ണം ഡയറക്റ്റ് ആയിട്ട് കോവാലൻ ബോണ്ടും ഉണ്ടാവും. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് 2 ഹൈഡ്രജനുമായിട്ട് അവർക്കൊരു ഹൈഡ്രജൻ ബോണ്ടും ഉണ്ടാവും. അവയ്ക്കിടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടും ഉണ്ടാവും. This gives highly ordered 3-dimensional structure having large vacant space which may be compared to open cage. ഒരു ഓപ്പൺ കേജ് പോലെ ഇവയ്ക്കിടയിൽ ഒരു സ്പേസും ഉണ്ടാവും. എന്നാൽ ഇവ കറക്റ്റായിട്ടൊരു 3-dimensional അറേഞ്ച്മെൻറ്റിലേക്ക് മാറിയിട്ടും ഉണ്ടാവും അല്ലേ. സോ ഡ്യൂ ടു ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ ഐസ് ഹാസ് റിലേറ്റീവ്ലി ലാർജർ വോളിയം ഫോർ എ ഗിവൺ മാസ് ഓഫ് ലിക്വിഡ് വാട്ടർ. Consequently, density of ice is less than that of water and it is float over the water. സോ ഇതൊരു കേജിലേക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോളിയം കൂടുതലായിരിക്കും. അപ്പം തന്നിട്ടുള്ള വാട്ടറിൻ്റെ അളവ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം വെച്ച് നോക്കുമ്പോൾ വോളിയം ഒരേ അളവിലുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ വോളിയം ഐസ് മോളിക്യൂളായിട്ട് മാറുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. സോ ഐസ് ക്യൂബുകൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമെന്ന് നമുക്കറിയാം. കാരണം ഐസ് ക്യൂബുകൾക്ക് വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കുറവായിരിക്കും. ദെൻ മാർച്ച് 2016 ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് റീസ്റ്റോർ ദ കളർ ഓഫ് ലെഡ് പെയിൻറ്റിങ്സ് ഗിവ് റീസൺ. ദെൻ സെക്കൻഡ് വൺ ഹൗ ഡസ് അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് ഫങ്ഷൻ ഫോർ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് പർപ്പസസ്. ഇത് 4 മാർക്കിന് ചോദിച്ച ചോദ്യമായിരുന്നു. റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ലെഡ് പെയിൻറ്റിങ്ങിലുള്ള കളറുകൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജൻ നമ്മൾ കട്ടിങ് വെൽഡിങ് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസണാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഓക്സിഡേഷൻ ആക്ഷൻ ഓഫ് H2O2. ഇറ്റ് ഓക്സിഡൈസസ് ബ്ലാക്ക് ലെഡ് സൾഫേറ്റ് ടു വൈറ്റ് ലെഡ് സൾഫേറ്റ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഓക്സിഡേഷൻ ആക്ഷൻ മൂലമാണ് ലെഡ് പെയിൻറ്റിലുള്ള കളറുകളെ റീപ്ലേസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? ഈ ലെഡ് പെയിൻറ്റിലുള്ള ലെഡ് സൾഫൈഡിനെ ബ്ലാക്ക് ലെഡ് സൾഫൈഡിനെ വൈറ്റ് ലെഡ് സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലെഡ് സൾഫൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലെഡ് സൾഫേറ്റ്. ഇതിൻ്റെ ഇക്വേഷൻ എഴുതാന്നുണ്ടെങ്കിൽ PbS ലെഡ് സൾഫൈഡ് പ്ലസ് 4H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഗീവ്സ് ലെഡ് സൾഫേറ്റ് ദാറ്റ് ഈസ് PbSO4 പ്ലസ് 4H2O. ദെൻ സെക്കൻഡ് കേസിൽ ഹൈഡ്രജൻ എങ്ങനെയാണ് കട്ടിങ്ങിനും വെൽഡിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇൻ അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ചസ് atomic hydrogen atoms produced by dissociation of dihydrogen with the help of an electric are allowed to recombine on the surface to be welded to generate the temperature of 4000 Kelvin. Hence, these are used for cutting and welding purposes. സോ വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ഡൈഹൈഡ്രജനെ ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ആറ്റത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെൽഡഡ് മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ 4000 കെൽവിൻ വരെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കവിടെ കട്ടിങ്ങിനും വെൽഡിങ്ങിനും വേണ്ടിയിട്ടുള്ള പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ദെൻ മാർച്ച് 2017 ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് ബട്ട്
In free state, it is almost not found in Earth atmosphere. Then അതിൽ A part, suggest any three method for the preparation of hydrogen gas by selecting suitable substance given below. The substance are given sodium, aluminum, zinc, water, hydrochloric acid, calcium hydride, sodium hydroxide. Then അതിൽ B part, do you expect the carbon hydrate of the type CnH2n plus 2 to act as Lewis acid or base? Why? ഓക്കെ, അപ്പം ഹൈഡ്രജൻ ആണ് യൂണിവേഴ്സിലെ മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻ്റ് ആയിട്ടുള്ളത് അല്ലേ. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. പക്ഷേ ഭൂമിയുടെ ഉപരിതലത്തിലൊന്നും ഈ ഹൈഡ്രജനെ ഫ്രീ സ്റ്റേറ്റിൽ നമുക്ക് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും സൂയിറ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എലമെൻറ്റുകളും കോമ്പൗണ്ടുകളൊക്കെ തന്നിട്ടുണ്ട്. സോഡിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, കാൽസ്യം ഹൈഡ്രേറ്റ് ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇവിടെ ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 എഴുതി വെച്ചാൽ അതിനുള്ള ആൻസറായി. ഓക്കെ, ഫസ്റ്റ് വൺ, when sodium react with water, it will form sodium hydroxide and hydrogen gas. 2Na solid plus 2H2O liquid gives 2NaOH aqueous plus H2 gas. Then second type, when sodium react with hydrochloric acid, it will form sodium chloride and hydrogen gas, that is 2Na solid plus 2HCl aqueous gives 2NaCl aqueous plus H2 gas. Then third one, നമ്മൾ മുമ്പേ പഠിക്കുന്നതാണ്. ഏതൊരു മെറ്റലുകളും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളും ആ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ പെട്ടൊരു മെറ്റലാണ് സിങ്ക്. സിങ്ക് സോളിഡ് സ്റ്റേറ്റ് പ്ലസ് 2HCl gives zinc chloride plus hydrogen gas. Or another example, 2Al aluminium plus 6HCl hydrochloric ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2AlCl3 അലുമിനിയം ക്ലോറൈഡും പ്ലസ് 3H2 ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് കൺവേർട്ട് ചെയ്യും. അതല്ലെങ്കിൽ സിങ്ക് സോളിഡ് സ്റ്റേറ്റിലുള്ള സിങ്കിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം സിങ്ക് ഓക്സൈഡും ദെൻ ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ അലുമിനിയവും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് അതിൻ്റെ കൂടെ വാട്ടറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോഡിയം അലുമിനിയം ഹൈഡ്രേറ്റും ദെൻ ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രേറ്റും വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാൽസ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതിലേതെങ്കിലും 3 എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആൻസറായി. ദെൻ അതിൽ ബി പാർട്ടായിട്ട് ചോദിച്ചിരുന്നത്, ഡു യു എക്സ്പെക്ട് ദ കാർബൺ ഹൈഡ്രേറ്റ് ഓഫ് ദ ടൈപ്പ് CnH2n plus 2 to act as Lewis acid or base? Why? കാർബണിൻ്റെ ഹൈഡ്രേറ്റുകളായിട്ടുള്ള CnH2n plus 2, അതായത് ആൽക്കൈൻ്റെ കോമ്പൗണ്ടുകളായിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ അല്ലേ, ഇത് ലൂയിസ് ആസിഡായിട്ടോ ലൂയിസ് ബേസ് ആയിട്ടോ ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ, എന്താണ് റീസൺ എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് ലൂയിസ് ആസിഡായിട്ടോ ബേസ് ആയിട്ടോ റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. സോ നോ. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് CnH2n plus 2 represent the electron precise hydrate. These compounds have the required number of electrons to write the conventional Lewis structure. All elements of group 14 form such compound. They cannot act as Lewis acid due to the absence of electron deficient orbital and cannot act as Lewis bases due to the absence of lone pair of electron. ഇപ്പോൾ CnH2n plus 2 എന്നുള്ള രീതി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ചോ ഒന്നുമല്ല അല്ലേ. ഇതെന്താണ്? ഇലക്ട്രോൺ പ്രിസൈസ് ആണ്. ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും.
സോ 14ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകൾ ഇത്തരം ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുമ്പോൾ അവ ഒരിക്കലും ലൂയിസ് ആസിഡായിട്ടോ ലൂയിസ് ബേസായിട്ടോ ആക്ട് ചെയ്യില്ല. കാരണം അതിനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. ദെൻ കൊമേഴ്സ്യൽ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് നിർത്താം. സോ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ +1 എക്സാമിന് ശേഷം നമുക്ക് +2 അനുബന്ധ ടോപ്പിക്കുകളുമായിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിർബന്ധമായിട്ടും ആവശ്യമാണ്. സോ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2013 ചോദിച്ചൊരു ചോദ്യമാണ്. 2013 മാർച്ച് നടന്ന എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എബൌട്ട് 80% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഈസ് ഫ്രം കോൾ. ദെൻ അതിൽ എ പാർട്ട്, വാട്ട് ഈസ് എ കോൾ ഗ്യാസിഫിക്കേഷൻ? ദെൻ ബി, ഹൗ ഈസ് ഡൈഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വാട്ടർ ഗ്യാസിഫ്റ്റ് റിയാക്ഷൻ? Then C part, write any two uses of dihydrogen. സോ ഡൈഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 18% കോളിൽ നിന്നാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്നുള്ളതാണ് ചോദ്യം. കോൾ ഗ്യാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോളിൽ നിന്നും നമ്മൾ സിൻഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുക അല്ലേ. സിൻഗ്യാസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ സിൻഗ്യാസ് എന്ന് വിളിക്കുക അല്ലേ. സോ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻഗ്യാസ്, ദാറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് CO and H2 ഫ്രം കോൾ ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. ദെൻ അതിൽ ബി പാർട്ടായിരുന്നു, ഹൗ ഈസ് ഡൈഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ വാട്ടർ ഗ്യാസിഫ്റ്റ് റിയാക്ഷൻ? നമുക്കറിയാം, നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച വാട്ടർ ഗ്യാസിനെ വാട്ടറുമായിട്ട് ലയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹൈഡ്രജനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലേ. അതിനെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക് ഓക്സൈഡും കോപ്പർ ഓക്സൈഡും അതുപോലെ ക്രോമേറ്റും ആണല്ലേ, Cr2O3. സോ ഇക്വേഷൻ ഈസ് റിട്ടൺ ആസ് CO plus H2, that is water gas plus H2O gives CO2 plus H2O in the presence of zinc oxide, copper oxide and Cr2O3. This is called water gas shift reaction. Then another C part, write any two uses of dihydrogen. Dihydrogen is used to the manufacturing of hydrochloric acid, ammonia, methanol, nitric acid, etc. So it is used to manufacture of HCl, NH3, CH3OH, nitric acid, etc. Then second one, it is used in the hydrogenation of oil. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓയിലുകളുടെ ഹൈഡ്രോജനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിലിനെ വനസ്പതി ഫാക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറയുക അല്ലേ. ഹൈഡ്രജൻ ഗ്യാസ് കടത്തി വിട്ടിട്ടാണ് നമ്മളതിനെ വനസ്പതിയായിട്ട് കൺവേർട്ട് ചെയ്യാറുള്ളത്. സോ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടിട്ട് ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയയിലുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ വർഷം കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് കൊണ്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോ നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.